പറയൂ, ഞാൻ എങ്ങനെ പറയേണ്ടു നീ ഇന്നും അറിയാത്തൊരു സ്നേഹ നൊമ്പരങ്ങൾ. ഹായ് അലീഷ, എന്താ കണ്ണപ്പഴിക്കണ? എന്തൊക്കെ തന്നു അലീഷ? ഞാൻ ചേർത്തല ആയപ്പോഴുള്ള എൻ്റെ ലോക്കൽ ഗാർഡൻസ്, അതായത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടും വൈഫും ആശാങ്കളും മിനി ആൻറ്റിയും ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ആശാങ്കളും അച്ഛനും JTO ട്രെയിനിങ്ങിൻ്റെ ടൈമിലേറ്റോ ആണ് കാണുന്നത്. അപ്പോൾ തൊട്ടുള്ള കമ്പനിയാണ്. അവരുടെ പ്രോപ്പർ സ്ഥലം ചേർത്തലയാണ്, നമ്മളാണെങ്കിൽ കോഴിക്കോടും. ഇടയ്ക്കൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരുമിച്ച് പോകാറുണ്ടെങ്കിലും ഞാൻ ചേർത്തല ആയപ്പോഴാണ് അവരായിട്ട് ഇത്ര ക്ലോസ് ആയത്. അതുകൊണ്ട് തന്നെ എൻ്റെ പേരൻസിനെക്കാട്ടും ഞാനായിരുന്നു ഏറ്റവും എക്സൈറ്റഡ് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ. പെട്ടെന്നാട്ടോ വിളിച്ച് പറഞ്ഞ വരുന്നുള്ള കാര്യം ഞാൻ അന്ന് മോർണിംഗ് അറിയുന്നത്. അപ്പോൾ തൊട്ട് ഐ വാസ് സോ എക്സൈറ്റഡ് ആൻഡ് വോണ്ടഡ് ടു ഗിവ് ദം സംതിങ് സ്പെഷ്യൽ. ഫുഡ് ഓൾറെഡി അമ്മ നമ്മുടെ നെയ്ബർക്ക് ഓർഡർ കൊടുത്തു. അമ്മയ്ക്കാണ് ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാം കൂടി നടക്കില്ല. അവരൊരു 1 ഒക്കെ ആവുമ്പോൾ എത്തുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ കാറിലായതുകൊണ്ട് നല്ല ബ്ലോക്ക് കിട്ടി, ലേറ്റായി. അങ്ങനെ ഞാൻ എന്ത് കൊടുക്കുമെന്ന് ആലോചിച്ച് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ChatGPT ഒരു കൺക്ലൂഷനിലെത്തി. ഒരു ഡെസേർട്ട് ആവാമെന്ന് വെച്ചു. അങ്ങനെ ഞാനും അച്ഛനും അതിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങാൻ ഇറങ്ങി. അതെല്ലാം മേടിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എനിക്കൊരു പൂതി, വണ്ടി എടുത്ത് നോക്കിയാലോ എന്ന്. ലൈസൻസ് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ 2 റൗണ്ട് ഓടിച്ച്. നല്ല ആൾക്കാട്ടോ വീഡിയോ എടുക്കാൻ കൊടുത്ത്. ക്യാമറ നോക്കാണ്ട് ഞാൻ ഓടിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ നെയ്ബർ ഷൈമാൻറ്റീൻ്റെ അടുത്തേക്ക് ഞാൻ വേഗം വിട്ട് കുറച്ച് കുക്കിംഗ് ടിപ്സ് എല്ലാം ചോദിക്കാൻ. പാളിപ്പോവരുതല്ലോ, അമ്മ വീട്ടിലില്ലാത്തതാ, ശരിയാക്കാൻ പോലും പറ്റില്ല. അവിടെ നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റാവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ശശാങ്കളെ കൊണ്ട് ഞാൻ വീഡിയോക്ക് വേണ്ടി ഓരോന്നും പറയിപ്പിക്കുന്നതാട്ടോ. എന്താ പറയാ, എന്നെ പറ്റിട്ട് എന്താ പറയാ? Glad to meet you. എന്നെ പറ്റി 2 നല്ല വാക്ക്. You are a very good girl. I like you. I like you very much. താങ്ക് യു. അപ്പൊ ശരി. ഇനി ബാക്ക് ടു ആ ഡെസേർട്ട് 2 സീറ്റ് ആവരുത്. ബിക്കോസ് ആൻറ്റിക്ക് മധുരം അത്ര ഇഷ്ടമല്ല. സോ ബാലൻസ് ആയിട്ട് പോകണം. ഞാൻ ഉണ്ടാക്കാൻ പോണ സാധനത്തിൻ്റെ പേര് ജെല്ലി കസ്റ്റർഡ് ഡിലൈറ്റ്. ഞാൻ തന്നെ ഇട്ട പേരാ, പേടിക്കണ്ട. ജെല്ലി വലിയ മധുരം ചേർക്കാണ്ട് അത് ബേസാക്കി അതിൻ്റെ മുകളിൽ കസ്റ്റർഡ് വിത്ത് ഫ്രൂട്ട്സ് ആണ് സാധനം. ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് തന്നെ ജെല്ലി സെറ്റാവുമെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജെല്ലി പെട്ടെന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൽ കയറ്റി. പിന്നെ കസ്റ്റേർഡ് ആൻഡ് അതിനുശേഷം വേണ്ട ഫ്രൂട്ട്സ് എല്ലാം സെറ്റാക്കി. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റാക്കി. അവരിനി വന്നാൽ മാത്രം മതി. പറയാൻ വിട്ടോയി, അവർ ചേർത്തല ടു കാർവാർ പോവുക. അങ്കിളിന് ട്രാൻസ്ഫറായി. എൻ്റെ കുറച്ച് സാധനം അവരുടെ വീട്ടിലുണ്ടായിരുന്നു, അത് തരാനായിട്ടാണ് മെയിനായിട്ട് വരുന്നത്. സോ പോകുന്ന വഴിക്ക് കോഴിക്കോട് ഇറങ്ങിയിട്ട് പോവും. അച്ഛനും അമ്മയും ഫുഡെല്ലാം കഴിച്ചതാട്ടോ. ഞാൻ ഇവരുടെ കൂടെ കഴിച്ചോളാമെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അവർ വന്നപ്പോൾ പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഫീലിങ്സ്. ദിസ് ടൈം ഇറ്റ് വാസ് മോർ ലൈക്ക് എൻ്റെ ആൾക്കാർ വന്ന പോലെ. അവിടെ ആയിരുന്നപ്പം അവിടുത്തെ സ്ട്രെസ്സിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അതിൽ 2 ആൾക്കാരാണ് ഇവർ. അവർ വന്ന പാടെ ആൻറ്റീൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവരെ വീഡിയോ കോൾ ചെയ്തു. എന്നെപ്പറ്റി എപ്പോഴും ചോദിക്കും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജൊക്കെ അയക്കാറുമുണ്ട്. എന്തോ എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യം. എന്ത് ചെയ്യാനാ, എനിക്ക് ആൾക്കാരായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും റിലേഷൻ കീപ്പ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല. ബട്ട് ത്രൂ കോൾസ് ഓർ ടെക്സ്റ്റ് നല്ല പ്രയാസമാണ്. എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ കുറേ റിലേഷൻസ് ഫീഡായി പോയിട്ടുമുണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇൻസ്റ്റയിൽ റീൽസൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെയാണ് കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്താ അല്ലേ, ഈ കോഴിക്കോട് ബിരിയാണി നമ്മളെ തോപ്പിച്ചു. ഇത് അലീഷ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഈ വിശ്വാസമായിട്ടില്ല. ഞാനൊന്നും ഉണ്ടാക്കിയല്ലോ. അമ്മേന്റെ കോൾ എഡിറ്റ് ചെയ്യും. ഉണ്ടാക്കോ? എന്താ ചാക്കൊക്കെ ഫ്രീ ആണോ? ഓരോരുത്തർ ഉപേക്ഷിച്ചിട്ട് പോകും.
ചക്ക വരെ ഉണ്ട്. ഇവിടെ ഒന്ന് BSNL ഒരു ടൈം പീസ് ഉണ്ട്, ഓട്സ് ഉണ്ട്. ഇത് ഓട്സ് അല്ലേ? ഇതിവിടെ തട്ടി പോകുന്നതാണ്. അവിടേക്ക് വേണ്ട എല്ലാ സാധനങ്ങളായിട്ടാണ് ഇവർ പോണത്. കാറെല്ലാം കൂടി ക്യാരവന്മാരുണ്ട് ഇപ്പോൾ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരാണ്ട് ഇതിൽ. ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതാണെങ്കിൽ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ എൻ്റെ ലഗേജ് എല്ലാം കിട്ടി. അമ്മ വരാനൊരു 4-4:30 ഒക്കെ ആവും. അപ്പോഴത്തേക്ക് ഇവരെ വിടാണ്ട് നോക്കണം. അവരിന്ന് കണ്ണൂരോ കാസർഗോഡ് സ്റ്റേ അടിച്ചിട്ടാണ് പോകുന്നത്. നൈറ്റൊന്നും ട്രാവലില്ല, അതുകൊണ്ട് വലിയ സീനില്ല. അച്ഛനും അങ്കിളും വീടിൻ്റെ അകത്ത് നിന്ന് എന്തെല്ലോ ചർച്ചയിലായിരുന്നു. ഞാനും ആൻറ്റിയും അമ്മേൻ്റെ ഗാർഡനെല്ലാം കാണാനിറങ്ങി. ആൻറ്റി എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഡയമണ്ട് മേടിച്ചാണ്. ഡയമണ്ട് സെക്കൻഡ് സ്റ്റെഡ്. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി കാത്തിരിക്കുന്നത്. വേഗം മാറ്റണം എന്ന്. എന്ത് ചെയ്യാനാ, മക്കള് പെൺമക്കളില്ലാത്തതിന്റെ സങ്കടം എൻ്റെ മേലാണ് തീർക്കുന്നത്. പുണ്യം ചെയ്യണ്ടേ? പുണ്യം ചെയ്യണം. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ വേഗം ഡെസേർട്ട് സെറ്റ് ചെയ്യാൻ ഓടി. ജസ്റ്റ് മിക്സിങ് ആൻഡ് സെറ്റിംഗ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് ടേസ്റ്റിംഗ് ടൈം. സൂപ്പർ. ഒരുമിച്ച് പോകാൻ അതേപോലെ തന്നെ രാജശ്രീ, ഇവർ രണ്ടും കൂടെ ഓരോ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ട്. ഞാൻ അറിയത്ത പോലും ഇല്ല. മറ്റേത് മിനിയുടെ ബർത്ത്ഡേക്ക് രാജീവ് മോൾമുടം പരിപാടിയൊക്കെ സെറ്റാക്കി വന്നു. അതിനകത്ത് ചേട്ടനും ഉണ്ടായിരുന്നേ, ഞാനിതൊന്നും അറിഞ്ഞില്ല. പിന്നെ സർപ്രൈസ് പറഞ്ഞിട്ട് വേണം. സർപ്രൈസ് ഒക്കെ ഇല്ലാത്ത എന്തൊക്കെയാന്ന് ഞാൻ പറയാം. കശുവണ്ടി ഇല്ല, തപ്പായിരുന്നു പറയാ. ഞാൻ പറയട്ടെ, ആപ്പിൾ ഉണ്ട്, ബനാന, ഫ്രൂട്ട്സ് ഒക്കെ ആർക്ക് വേണേൽ കണ്ടുപിടിക്കാം. പോംഗ്രാനൈറ്റ്സ് അതെനിക്കറിയാവുള്ളൂ. ഐസ്ക്രീം ഒന്നും ഇല്ല. തണ്ണിമത്തൻ ഇല്ല. അല്ല, മാങ്ങ. അതല്ല, മാങ്ങ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. റെഡ് കളർ എന്താ വെച്ചാല് മറ്റേ ജെല്ലി ഇല്ലേ, ചൈന ഗ്രാസ് വെച്ചിട്ട് ജെല്ലി ആക്കിയിട്ട് ബീട്രൂട്ടിന്റെ ഇതങ്ങോട്ട് സിറപ്പല്ല, ബീട്രൂട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് ഒഴിച്ചു. നാച്ചുറൽ, വെരി നാച്ചുറൽ. പിന്നെ കസ്റ്റർഡ്, മനസ്സിലായോ? ഐസ്ക്രീം അല്ല, ഞാൻ ഉണ്ടാക്കിയതാ. അതറിയാനുണ്ട്. അതെ അതെ, ഇത് പ്രദീപ് ഷാജിദ ആരും അല്ല ഞങ്ങൾക്ക്. ഏപ്രിൽ കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ 4 പേരും കൂടി വരുവാ. 4 പേര് പ്രതീക്ഷിക്കണ്ട, 3 എന്തായാലും വരാം. എൻജോയിങ് എവറി ബിറ്റ്. അച്ഛന് ഈയിടെയായിട്ട് നല്ല ചുമയൊക്കെയാണ്. സോ ചിരിച്ചിട്ട് ചുമച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയതാ. എന്താ ചെയ്യുക, ഒരു കോമഡി പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായോ ഈശ്വര. അപ്പോഴത്തേക്ക് നമ്മുടെ ആശാൻ താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രിക്ക് ഇറക്കി കൊണ്ടുവന്നതാ. ഓൻ്റെ വക കുറച്ച് സ്ട്രോബെറി എല്ലാം കഴിക്കാനെടുത്ത്. അങ്ങനെ നമ്മൾ വർത്താനെല്ലാം പറഞ്ഞിരിക്കുമ്പോഴാണ് അടുത്ത ആളെ എൻട്രി. അങ്ങനെ അവർ പതുക്കെ ഇറങ്ങാൻ തുടങ്ങി. ലേറ്റായ ബുദ്ധിമുട്ടായിരിക്കും, ഹൈവേയിൽ പണിയൊക്കെ നടക്കുന്നതല്ലേ, അതുകൊണ്ട് ബ്ലോക്കൊക്കെ കിട്ടിയാൽ ഇങ്ങനെ ഇരുന്ന് പോവും.
പറയൂ ഞാൻ എങ്ങനെ പറയേണ്ടു നീ ഇന്നും അറിയാത്തൊരു സ്നേഹ നൊമ്പരങ്ങൾ. ഇത് പറഞ്ഞ എന്നെ വീഴ്ത്തിയത്. ഏപ്രിൽ 20 കേട്ടോ. ഓക്കെ.